ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 10ാം തരം പ്രാഥമിക പരീക്ഷകളുടെ 5ാം ഘട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻസ്: എ രാമചന്ദ്രൻ നായർ കമ്മിറ്റി, ബി ജസ്റ്റിസ് അയ്യപ്പൻ കമ്മിറ്റി, സി കെ ആർ കോശി കമ്മിറ്റി, ഡി ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ ഡി, ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏത്? ഓപ്ഷൻസ്: എ ആലപ്പുഴ, ബി പാലക്കാട്, സി കാസർഗോഡ്, ഡി തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ സി, കാസർഗോഡ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻസ്: എ ഉദിശ, ബി പ്രഗതി, സി പരിരക്ഷ, ഡി സാക്ഷം. ഉത്തരം ഓപ്ഷൻ സി, പരിരക്ഷ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏതാണ്? ഓപ്ഷൻസ്: എ പാകിസ്ഥാൻ, ബി നേപ്പാൾ, സി അഫ്ഗാനിസ്ഥാൻ, ഡി ചൈന. ഉത്തരം ഓപ്ഷൻ എ, പാകിസ്ഥാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏത്? ഓപ്ഷൻസ്: എ ഇന്ദിര പോയിന്റ്, ബി കന്യാകുമാരി, സി ഇന്ദിര കോൾ, ഡി തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ ബി, കന്യാകുമാരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏത്? ഓപ്ഷൻസ്: എ പൂർവഘട്ടം, ബി സത്പുര, സി ആരവല്ലി, ഡി വിന്ധ്യാപർവ്വതം. ഉത്തരം ഓപ്ഷൻ ഡി, വിന്ധ്യാപർവ്വതം. എന്നാൽ ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി നർമ്മദ നദിയാണ്. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏത്? ഓപ്ഷൻസ്: എ സിന്ധു, ബി കൃഷ്ണ, സി ബ്രഹ്മപുത്ര, ഡി ഗംഗ. ഉത്തരം ഓപ്ഷൻ ഡി, ഗംഗ. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത്? ഓപ്ഷൻസ്: എ 1961, ബി 1958, സി 1835, ഡി 1950. ഉത്തരം ഓപ്ഷൻ ബി, 1958. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന് കീഴിലാണ്? ഓപ്ഷൻസ്: എ മുംബൈ, ബി പൂനെ, സി നാഗ്പൂർ, ഡി ഗോവ. ഉത്തരം ഓപ്ഷൻ ഡി, ഗോവ. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ഹിന്ദി, ബി ബംഗാളി, സി ഇംഗ്ലീഷ്, ഡി ഉറുദു. ഉത്തരം ഓപ്ഷൻ സി, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻസ്: എ കാസിരംഗ, ബി ബന്ദിപ്പൂർ, സി കൻഹ, ഡി ജിം കോർബറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി, ജിം കോർബറ്റ്. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻസ്: എ കാവേരി, ബി ഗോദാവരി, സി കൃഷ്ണ, ഡി മുസി. ഉത്തരം ഓപ്ഷൻ സി, കൃഷ്ണ. ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ പരുത്തി, ബി ചണം, സി ചോളം, ഡി ബാർലി. ഉത്തരം ഓപ്ഷൻ ഡി, ബാർലി. മസൂലിപട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: എ കർണാടക, ബി തമിഴ്നാട്, സി ആന്ധ്രാപ്രദേശ്, ഡി ഗോവ. ഉത്തരം ഓപ്ഷൻ സി, ആന്ധ്രാപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏത്? ഓപ്ഷൻസ്: എ 1764 ബക്സർ യുദ്ധം,
ബി 1757 പ്ലാസി യുദ്ധം, സി 1857 വിപ്ലവം, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി 1857 വിപ്ലവം. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഓപ്ഷൻസ് എ തോമസ് ഹാർവേ ബാബർ, ബി റോബർട്ട് ക്ലൈവ്, സി സർ ആർക്യൂട്ട്, ഡി ആർതർ വെല്ലസ്ലി. ഉത്തരം ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ആണ് പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയത്. ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്കുള്ള ഒരു ഉപഹാരം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് എ ഇംഗ്ലീഷിൽ, ബി പേർഷ്യൻ, സി ഉറുദു, ഡി ഹിന്ദി. ഉത്തരം ഓപ്ഷൻ ബി പേർഷ്യൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തിയാര്? ഓപ്ഷൻസ് എ രാജേന്ദ്ര പ്രസാദ്, ബി നെഹ്റു, സി ബി ആർ അംബേദ്കർ, ഡി സർദാർ വല്ലഭായി പട്ടേൽ. ഉത്തരം ഓപ്ഷൻ ഡി സർദാർ വല്ലഭായി പട്ടേൽ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻസ് എ ഗോപാലകൃഷ്ണ ഗോഖലെ, ബി നന്ദലാൽ ബോസ്, സി പ്രേംചന്ദ്, ഡി രവീന്ദ്രനാഥ ടാഗോർ. ഉത്തരം ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? ഓപ്ഷൻസ് എ 1919 ഏപ്രിൽ 13, ബി 1919 ഏപ്രിൽ 14, സി 1913 ഏപ്രിൽ 15, ഡി 1919 ഏപ്രിൽ 16. ഉത്തരം ഓപ്ഷൻ എ 1919 ഏപ്രിൽ 13. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻസ് എ ബാങ്കോക്ക്, ബി ടോക്കിയോ, സി സിംഗപ്പൂർ, ഡി റംഗൂൺ. ഉത്തരം ഓപ്ഷൻ സി സിംഗപ്പൂർ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഓപ്ഷൻസ് എ ഇന്ത്യ ശ്രീലങ്ക, ബി ഇന്ത്യ പാകിസ്ഥാൻ, സി ഇന്ത്യ ബംഗ്ലാദേശ്, ഡി ഇന്ത്യ ചൈന. ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന. ഹൊറാൻസസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഓപ്ഷൻസ് എ അബ്ദുൽ കലാം, ബി കെ ആർ നാരായണൻ, സി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ, ഡി ആർ വെങ്കിട്ടരാമൻ. ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏത്? ഓപ്ഷൻസ് എ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ, ബി ആർട്ടിക്കിൾ 52 മുതൽ 73 വരെ, സി ആർട്ടിക്കിൾ 239 മുതൽ 242 വരെ, ഡി ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഉത്തരം ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് എ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി സമത്വത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ എ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. നിയമത്തിന്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻസ് എ 5-ാം അനുച്ഛേദം, ബി 21-ാം അനുച്ഛേദം, സി 36-ാം അനുച്ഛേദം, ഡി 52-ാം അനുച്ഛേദം. ഉത്തരം ഓപ്ഷൻ ബി 21-ാം അനുച്ഛേദം. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻസ് എ 25-ാം അനുച്ഛേദം, ബി 28-ാം അനുച്ഛേദം, സി 32-ാം അനുച്ഛേദം, ഡി 39-ാം അനുച്ഛേദം. ഉത്തരം ഓപ്ഷൻ സി 32-ാം അനുച്ഛേദം. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? ഓപ്ഷൻസ് എ 2004,
ബി 2005, സി 2008, ഡി 2010. ഉത്തരം ഓപ്ഷൻ സി 2008. 2008ലാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. താമരയുടെ ശാസ്ത്രീയ നാമമെന്ത്? ഓപ്ഷൻസ് എ സ്ട്രോബിലാന്തസ് കുന്തിയാന, ബി നെലംബോ ന്യൂസിഫറ, സി ലൂക്കാസ് ആസ്പ്ര, ഡി ഓസിമം സാങ്ക്ടം. ഉത്തരം ഓപ്ഷൻ ബി നെലംബോ ന്യൂസിഫറ. കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻസ് എ എറണാകുളം, ബി തൃശൂർ, സി കോഴിക്കോട്, ഡി തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക്? ഓപ്ഷൻസ് എ ഇൻഫർമേഷൻ കമ്മീഷണർക്കോ ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ, ബി ഇൻഫർമേഷൻ കമ്മീഷനിലെ അംഗങ്ങൾക്കോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ, സി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗസംഖ്യ എത്ര? ഓപ്ഷൻസ് എ 3, ബി 6, സി 5, ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി 5. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻസ് എ പെരിയാർ, ബി ഭാരതപ്പുഴ, സി ശിരുവാണി, ഡി പമ്പ. ഉത്തരം ഓപ്ഷൻ ബി ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏത്? ഓപ്ഷൻസ് എ ഇടനാട്, ബി തീരപ്രദേശം, സി മലനാട്, ഡി കായലോരം. ഉത്തരം ഓപ്ഷൻ സി മലനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാടാണ്. 48% മലനാട്. ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഏത് കനാലാണ്? ഓപ്ഷൻസ് എ കനോലി കനാൽ, ബി പൊന്നാനി കനാൽ, സി പയ്യോളി കനാൽ, ഡി സുൽത്താൻ കനാൽ. ഉത്തരം ഓപ്ഷൻ ബി പൊന്നാനി കനാൽ. ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായിട്ടാണ് പൊന്നാനി കനാൽ ബന്ധിപ്പിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് എ മാംഗോ ഷവർ, ബി ചെറി ബ്ലോസം, സി നോർവെസ്റ്റർ, ഡി ലൂ. ഉത്തരം ഓപ്ഷൻ എ മാംഗോ ഷവർ. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻസ് എ ഡിസംബർ 5, ബി ജനുവരി 5, സി ഒക്ടോബർ 5, ഡി ഒക്ടോബർ 15. ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ 5. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻസ് എ പറമ്പിക്കുളം, ബി മുത്തങ്ങ, സി സൈലന്റ് വാലി, ഡി ഇരവികുളം. ഉത്തരം ഓപ്ഷൻ സി സൈലന്റ് വാലി. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ഇടുക്കി, ബി വയനാട്, സി പത്തനംതിട്ട, ഡി കോട്ടയം. ഉത്തരം ഓപ്ഷൻ എ ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. KSEB സ്ഥാപിതമായ വർഷം? ഓപ്ഷൻസ് എ 1957 മാർച്ച് 31, ബി 1980 ഏപ്രിൽ 31, സി 1975 മാർച്ച് 31, ഡി 1985 ഏപ്രിൽ 31. ഉത്തരം ഓപ്ഷൻ എ 1957 മാർച്ച് 31. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? ഓപ്ഷൻസ് എ ആണവോർജം, ബി സൗരോർജം, സി കാറ്റ്, ഡി തിരമാല. ഉത്തരം ഓപ്ഷൻ സി കാറ്റ്. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെ?
ഓപ്ഷൻസ് എ കൊല്ലം, ബി തിരുവനന്തപുരം, സി ആലപ്പുഴ, ഡി കോഴിക്കോട്. ഉത്തരം ഓപ്ഷൻ ബി തിരുവനന്തപുരം. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏത്? ഓപ്ഷൻസ് എ യുക്തിവാദി, ബി മിതവാദി, സി പ്രബുദ്ധ കേരളം, ഡി അമൃതവാണി. ഉത്തരം ഓപ്ഷൻ ബി മിതവാദി. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാര്? ഓപ്ഷൻസ് എ അയ്യങ്കാളി, ബി സഹോദരൻ അയ്യപ്പൻ, സി പണ്ഡിറ്റ് കറുപ്പൻ, ഡി വാഗ്ഭടാനന്ദൻ. ഉത്തരം ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ. കറുപ്പനാണ് 1913 കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനാര്? ഓപ്ഷൻസ് എ ആനന്ദതീർത്ഥൻ, ബി ശങ്കരാചാര്യൻ, സി വാഗ്ഭടാനന്ദൻ, ഡി ആഗമാനന്ദ സ്വാമി. ഉത്തരം ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമി. CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻസ് എ പാലാക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ, ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ, സി പാമ്പാടി ജോൺ ജോസഫ്, ഡി KP വള്ളോൻ. ഉത്തരം ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനാര്? ഓപ്ഷൻസ് എ പാമ്പാടി ജോൺ ജോസഫ്, ബി ആനന്ദതീർത്ഥൻ, സി പണ്ഡിറ്റ് കറുപ്പൻ, ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഉത്തരം ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻസ് എ ചട്ടമ്പി സ്വാമികൾ, ബി TS തിരുമുമ്പ്, സി കുമാരനാശാൻ, ഡി പണ്ഡിറ്റ് കറുപ്പൻ. ഉത്തരം ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. തിരുനാൾ കുമ്മി എന്ന കൃതി ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഓപ്ഷൻസ് എ കേളപ്പൻ, ബി ശ്രീനാരായണ ഗുരു, സി IK കുമാരൻ മാസ്റ്റർ, ഡി EK നായനാർ. ഉത്തരം ഓപ്ഷൻ സി IK കുമാരൻ മാസ്റ്റർ. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് എ പഴശ്ശി കലാപം, ബി കുറിച്യർ കലാപം, സി മൊറാഴ സമരം, ഡി പൂക്കോട്ടൂർ സമരം. ഉത്തരം ഓപ്ഷൻ എ പഴശ്ശി കലാപം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? ഓപ്ഷൻസ് എ അയ്യങ്കാളി, ബി കേളപ്പൻ, സി കൃഷ്ണൻ, ഡി AK ഗോപാലൻ. ഉത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം നടന്നത്. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്ന് ഉണ്ടായ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻസ് എ മൊറാഴ സമരം, ബി പെരിനാട് ലഹള, സി കടക്കൽ കലാപം, ഡി 90-ാം ആണ്ട് ലഹള. ഉത്തരം ഓപ്ഷൻ ഡി 90-ാം ആണ്ട് ലഹള. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഓപ്ഷൻസ് എ അരയാൽ, ബി അരശ്, സി പേരാൽ, ഡി തേക്ക്. ഉത്തരം ഓപ്ഷൻ സി പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഓപ്ഷൻസ് എ 70 to 72, ബി 50 to 55, സി 30 to 34, ഡി 12 to 18. ഉത്തരം ഓപ്ഷൻ ഡി 12 to 18. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി 12 മുതൽ 18 വരെ പ്രാവശ്യം ശ്വസിക്കുന്നു. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ഏത്? ഓപ്ഷൻസ് എ എറിത്രോസൈറ്റോസിസ്, ബി ത്രോംബോസൈറ്റോസിസ്, സി എക്സോസൈറ്റോസിസ്, ഡി ഫാഗോസൈറ്റോസിസ്. ഉത്തരം ഓപ്ഷൻ ഡി ഫാഗോസൈറ്റോസിസ്.
മനുഷ്യ ശരീരത്തിലെ നാഡികളുടെ എണ്ണം. ഓപ്ഷൻസ് എ 41 ജോഡി, ബി 42 ജോഡി, സി 44 ജോഡി, ഡി 43 ജോഡി. ഉത്തരം ഓപ്ഷൻ ഡി 43 ജോഡി. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിനുള്ള കാരണമേത്? ഓപ്ഷൻസ് എ യൂറിക് ആസിഡ്, ബി യൂറിയ, സി മെലാനിൻ, ഡി യൂറോക്രോം. ഉത്തരം ഓപ്ഷൻ ഡി യൂറോക്രോം. പേശീക്ലമത്തിന് കാരണമാകുന്നത് എന്തടിഞ്ഞുകൂടുന്നതാണ്? ഓപ്ഷൻസ് എ ഗ്ലൂക്കോസ്, ബി കാൽസ്യം, സി ലാക്റ്റിക് ആസിഡ്, ഡി അമോണിയ. ഉത്തരം ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ ഏത്? ഓപ്ഷൻസ് എ തൈമോസിൻ, ബി മെലാറ്റോണിൻ, സി തൈറോക്സിൻ, ഡി ഇൻസുലിൻ. ഉത്തരം ഓപ്ഷൻ സി തൈറോക്സിൻ. വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? ഓപ്ഷൻസ് എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം ഓപ്ഷൻ എ 2. ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നിങ്ങനെയാണ് വിറ്റാമിനുകളെ തരംതിരിച്ചിരിക്കുന്നത്. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിലോ സംരക്ഷിക്കാൻ ആളില്ലാതെ ഇരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ഓപ്ഷൻസ് എ ഉഷസ്, ബി ചിസ് പ്ലസ്, സി സുഹൃതം, ഡി സ്നേഹപൂർവം. ഉത്തരം ഓപ്ഷൻ ഡി സ്നേഹപൂർവം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലമേത്? ഓപ്ഷൻസ് എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ഓപ്ഷൻ സി മൂന്നാം പോഷണതലം. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏത്? ഓപ്ഷൻസ് എ വൃക്ക, ബി ശ്വാസകോശം, സി കരൾ, ഡി ഹൃദയം. ഉത്തരം ഓപ്ഷൻ സി കരൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഓപ്ഷൻസ് എ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ബി ഉപലോഹങ്ങൾ, സി ഡി ബ്ലോക്ക് മൂലകങ്ങൾ, ഡി ആൽക്കലി ലോഹങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾക്കാണ് നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. സംക്രമണ മൂലകങ്ങളുടെ ആദ്യ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിൽ? ഓപ്ഷൻസ് എ 4d, ബി 3d, സി 3s, ഡി 3f. ഉത്തരം ഓപ്ഷൻ ബി 3d. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകമുണ്ടാകും. ഓപ്ഷൻസ് എ ആർഗൺ, ബി ഹൈഡ്രജൻ, സി കാർബൺ ഡൈ ഓക്സൈഡ്, ഡി നൈട്രജൻ. ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ എന്ന വാതകമാണ് ഉണ്ടാവുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ബി സോഡിയം ക്ലോറൈഡ്, സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഡി പൊട്ടാസ്യം ക്ലോറൈഡ്. ഉത്തരം ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ സോഡിയം ക്ലോറൈഡ് ആണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? ഓപ്ഷൻസ് എ ഇലക്ട്രിക് അയൺ, ബി ഇലക്ട്രിക് ബൾബ്, സി ഡൈനാമോ ഇലക്ട്രിക്, ഡി ഫാൻ. ഉത്തരം ഓപ്ഷൻ ഡി ഫാൻ. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത്? ഓപ്ഷൻസ് എ പ്ലാസ്മ, ബി വാതകം, സി ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഡി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കത്തിന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻസ് എ കുറയുന്നു, ബി കൂടുന്നു, സി മാറ്റമുണ്ടാകുന്നില്ല, ഡി കുറയുകയും ശേഷം കൂടുകയും ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ എ കുറയുന്നു.
ഐസിൽ കറിയുപ്പ് ചേർത്താൽ ഐസിന്റെ ദ്രവണാങ്കം കുറയുന്നു. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏത്? ഓപ്ഷൻസ്: എ ബോയിൽ നിയമം, ബി ഹൂക്സ് നിയമം, സി പാസ്കൽ നിയമം, ഡി ബർണോളി നിയമം. ഉത്തരം ഓപ്ഷൻ ബി ഹൂക്സ് നിയമം. ചന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏത്? ഓപ്ഷൻസ്: എ പസഫിക് സമുദ്രം, ബി അറ്റ്ലാന്റിക് സമുദ്രം, സി ആർട്ടിക് സമുദ്രം, ഡി ഇന്ത്യൻ മഹാസമുദ്രം. ഉത്തരം ഓപ്ഷൻ എ പസഫിക് സമുദ്രം. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഓപ്ഷൻസ്: എ ലെഡ് ഓക്സൈഡ്, ബി കാൽസ്യം ഓക്സൈഡ്, സി മെർക്കുറി ഓക്സൈഡ്, ഡി പൊട്ടാസ്യം ഓക്സൈഡ്. ഉത്തരം ഓപ്ഷൻ സി മെർക്കുറിക് ഓക്സൈഡ്.